പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന് സംഭവിക്കുന്ന ആക്രമണങ്ങളെ വിലയിരുത്തുന്നതിനായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അക്രമബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായി രാജ്യം കണ്ട അക്രമങ്ങളുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ കീഴിലുള്ള നിരവധി അക്രമങ്ങൾക്ക് വിധേയമായ സ്ഥലങ്ങളിൽ ഒരു പരിശോധനാ പര്യടനം നടത്തി. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കുന്നതിനും സംഭവവികാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ സന്നദ്ധത വിലയിരുത്തുന്നതിനുമായിരുന്നു ഈ പര്യടനം. സ്ഥലത്തുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഹിസ് എക്സലൻസിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഉന്നതതല തയ്യാറെടുപ്പിന്റെയും കാര്യക്ഷമമായ അധികാരങ്ങളുടെ വേഗത്തിലുള്ള പ്രതികരണത്തിന്റെയും ഭാഗമായി മനുഷ്യർക്ക് പരിക്കേൽക്കാതെ ഭൗതിക നാശനഷ്ടങ്ങൾ മാത്രം ഒതുക്കി നൽകുന്നതായി അദ്ദേഹം കണ്ടെത്തി. ബാധിത പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം, അവ സുരക്ഷിതമാക്കുന്നതിനും നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്വീകരിച്ച നടപടികൾ, വിവിധ അടിയന്തര സാഹചര്യങ്ങളോടുള്ള പ്രതികരണ വേഗത വർദ്ധിപ്പിക്കാനുള്ള അംഗീകൃത സംവിധാനം എന്നിവയെക്കുറിച്ചും അദ്ദേഹത്തിന് വിശദീകരണം നൽകി. സുരക്ഷാ ഉദ്യോഗസ്ഥർ, ജനറൽ ഫയർഫോഴ്സ്, അനുബന്ധ ഏജൻസികൾ എന്നിവയുടെ ശ്രമങ്ങൾ അദ്ദേഹം പ്രശംസിച്ചു. സാഹചര്യം നിയന്ത്രിക്കുന്നതിലും ജീവനും സ്ഥലങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിലും അവരുടെ ഉയർന്ന കാര്യക്ഷമതയും വേഗതയും അദ്ദേഹം അഭിനന്ദിച്ചു. ഏതൊരു സംഭവവികാസങ്ങളെയും നേരിടാൻ രാജ്യം പൂർണ്ണമായും സജ്ജമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.